എത്ര വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുറച്ച് മുന്നേ കണ്ട വീഡിയോയിൽ പറയുകയുണ്ടായി, രേണുസുതി പറയുന്നു, ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. തെറ്റ് ചെയ്ത സമയത്ത്, ഇപ്പൊ രേണു തെറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ രേണുവിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചു. മനസ്സിലായോ? എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ വിഷയങ്ങൾ ഓരോ ദിവസവും നടക്കുന്നത്. അതില് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, രേണുസുതിയെ വിമർശിക്കുന്നവരുണ്ട്. രണ്ട് ടീമുകളും ഉണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കുറവെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് പേര് വിമർശിക്കുകയാണ്. കാരണം ഇവള് പറയുന്നതിലുള്ള മിസ്മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷയമാണ്. ഓക്കെ, പണ്ട് മുതലേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ചരിത്രമില്ല. എന്തിന് 10-30,000 രൂപ ചെരുപ്പൊക്കെയാണ് ഞാൻ പണ്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അതിന്റെ ഒറിജിനൽ വില തപ്പിപ്പിടിച്ചെടുത്തപ്പം 300 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആ ലെവലില് കള്ളങ്ങൾ പറയുന്നത് രേണുസുതിക്കൊരു കൂടപ്പിറപ്പായത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവള് സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും നാട്ടുകാർക്ക് വിശ്വസിക്കാൻ വയ്യ. ഓക്കെ, ഇവള് പറയുന്നതെല്ലാം എന്താണെന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. ആ ഒരു സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ റീസെന്റ് ഇഷ്യൂ വന്നിട്ടുള്ളത് മരുന്നിന്റെ റേറ്റിന്റെ കാര്യങ്ങളാണ്. അതിൽ ഒരുപാട് വിമർശനങ്ങൾ വന്ന് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആൾക്കാർ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. അവരുടെ ഡൗട്ടുകളാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെന്റിൽ ആയിരിക്കുന്നവർക്ക് ഇത്രയും ചിലവാകുന്നില്ല. അപ്പൊ രേണുവിന് മാത്രം എങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലാകുമ്പോൾ ഇത്രയും ചിലവ്? അതും ഈ പറയുന്ന കാരുണ്യ കാർഡ്, അത് ഇത് മറ്റത് മറിച്ച് BP അത് ഇത് കോപ്പം എല്ലാം ഉണ്ട്. എന്നിട്ടും ഈ പറയുന്നത് പോലെ അവർക്ക് മാത്രം ഇങ്ങനെ എങ്ങനെ ഇത്രയും ചിലവാകുന്നു, ലക്ഷങ്ങൾ ചിലവാകുന്നു എന്നുള്ള ചോദ്യം സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം. അനീഷ് വ്ളോഗിലോട്ട് നമുക്ക് പോകാനുണ്ട്. അനീഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷ് 10 ലക്ഷം രൂപ വാങ്ങി, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സായിയുടെ ഒരു വീഡിയോ കാണാം. സായി നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവലയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. ആ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. യേശു കുരിശുമ കടന്നുകൊണ്ടാ, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരാൾ 3 അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ബിഷപ്പാണോ എന്നൊരു സായിക്ക് സംശയം ഉണ്ടെന്നാണ് സായി പറയുന്നത്. ബിഷപ്പേ, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? ഇതെല്ലാം കേൾക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോയല്ലോ. കാരണം അത്രയ്ക്ക് നിങ്ങൾ കേൾക്കുന്നു. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ടുപേരുടെ ഭാഗവും കേട്ട് രണ്ടുപേരെ ഒന്നിപ്പിക്കാനാണ് നോക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ടുള്ള ഒരു ബന്ധങ്ങളല്ലേ. ഓക്കെ, ഡയറക്റ്റ് അമ്മയും മക്കളോ അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയാലും അമ്മയും മകനും അല്ലേ കിച്ചും രേണു. ആ സ്ഥിതിക്ക് അവരെ ഒന്നിപ്പിക്കാനാണ് ബിഷപ്പിനെ പോലെ ഒരു വ്യക്തി നോക്കേണ്ടത്. പക്ഷെ ബിഷപ്പ് നേരെ തിരിച്ചു ചെയ്ത് എന്നിട്ട് ഏറി കയറിപ്പോയി നാട്ടുകാരെ പൂരത്തെറിവിളിക്ക് ശേഷം ബിഷപ്പ് പറഞ്ഞു, ഞാൻ അവനെ ഉപദേശിച്ചതാണ് ഓൺലൈൻ വഴി. അടുത്ത ഇന്റർവ്യൂ വീണ്ടും ഏറി കയറിപ്പോയി. ഇങ്ങനെ ബിഷപ്പിന് താഴെ ഇറങ്ങാൻ പറ്റാതെ കിടന്ന് പറക്കുമായിരുന്നു. കുഴപ്പമില്ല ബിഷപ്പെ, ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധം പറ്റും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്തായാലും ബിഷപ്പിനെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഈ അബദ്ധം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, സായി പറഞ്ഞാട്ടെ. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് പോലെയാ, അമ്പി അന്യൻ റാമ്പോ. ക്യാമറ എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. അത് ശരിയാട്ടെ, ഇടക്കിടക്ക് അമ്പി അന്യൻ റമ്മയാവും. ഒരിക്കൽ പറയുന്നില്ല, പിന്നെ പറയുന്നില്ല, പിന്നെ അപ്പുറത്ത് പറയുമ്പോൾ വേറെ പറയും. അത് ശരിയാ, അതുള്ള കാര്യം. ഒരു വട്ടം പറയും ഇല്ല എല്ലാരെയും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ? അവരെ തമ്മിലെടുപ്പിക്കുകയാണോ? അതെ, കറക്റ്റ്. അതാ അങ്ങനെയാണ് ബിഷപ്പിന് ഇപ്പം നിക്കക്കളില്ലാണ്ട് ഏറിപ്പോയത്. അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർപ്പാക്കാനാണ് നോക്കേണ്ടത് ഒരു ബിഷപ്പിനെ സംബന്ധിച്ച്. പക്ഷെ ബിഷപ്പ് അമ്മയെ സപ്പോർട്ട് ചെയ്ത് മകനെ എടുത്ത് അടിച്ച് ഏറി കയറ്റാൻ നോക്കി. അവസാനം ബിഷപ്പ് മോഹിച്ചു. ഉള്ള കാര്യം ഇങ്ങനെ ഒരു എല്ലാ പ്രാവശ്യവും ഏറി തന്നെയാണ്. എനിക്കൊന്നും പറയാനില്ല. പാവം അദ്ദേഹം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇനിയെങ്കിലും പെരുമാറാൻ പഠിക്കട്ടെ. ഒരു ബിഷപ്പിന്റെ പൊസിഷൻ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അദ്ദേഹം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിക്കട്ടെ. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അനീഷ് വ്ളോഗിലോട്ട് വരാം. അനീഷ് കാശ് വാങ്ങിയിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ? അങ്ങനത്തെ ഒരു ഡൗട്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട് എന്താണ്? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും അനീഷിന്റെ ഉടനീളമുള്ള വീഡിയോ ഞാൻ കൊടുക്കാം. അനീഷ് കാശ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞാൻ എന്തായാലും പറയാം. ഓക്കെ, അപ്പൊ അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. അനീഷിന്റേതായ പോയിന്റ് ഓഫ് വ്യൂവിൽ അനീഷിന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. കേട്ടുകൊണ്ട് പോവാം. ഇവിടെ ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ടടിക്കണം, യേശു കുരിശിൽ കിടക്കുന്നത് കൊണ്ടാണ് ചാട്ടവാർ കൊണ്ടടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഒരു പുരോഹിതനെ അധിക്ഷേപിക്കുകയാണ്. നീ ഒരു മതത്തെയാണ് അധിക്ഷേപിക്കുന്നത്. നീ മറ്റുള്ള പുരോഹിതന്മാരെ, മറ്റ് ഇതര മതത്തിലുള്ള പുരോഹിതന്മാർക്കെതിരെ നീ ഇങ്ങനെ പറയുമോ? ഓക്കെ, ഇവിടെ അനീഷ് ബ്രോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി മതത്തെ അപമാനിക്കുന്നു, ഒരു പുരോഹിതനെ അപമാനിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും സായിയെ തെറ്റ് പറയത്തില്ല. ഓക്കെ, നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റെന്നും ശരി കണ്ടാൽ ശരിയെന്നും പറയുന്നവരാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം വിമർശിക്കുന്നവരാണ്. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്.
അപ്പോൾ ഒരു പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, എങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കുക തന്നെ ചെയ്യും. അതിപ്പം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അനീഷ് ബ്രോ പറഞ്ഞതുപോലെ സായി ഒരു പുരോഹിതനാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരു മതത്തെയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. വേറൊന്നുമില്ല, ഈ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് ബിഷപ്പ് അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഇങ്ങോട്ട് പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഓക്കെ, അവൻ എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പൊതുസമൂഹത്തിലോട്ട് അവനെ ഇട്ടുകൊടുക്കാൻ പാടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഓക്കെ, 14-24 വയസ്സ്, അതും അവൻ്റെ അണ്ടർ ഏജിൽ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ കുറേ പരിപാടികൾ, അതിനെ എടുത്തു വെച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവനെതിരെ അടിക്കുന്ന ഒരു ആയുധമാക്കി മാറ്റുമ്പോൾ, അത് ബിഷപ്പിനെ പോലുള്ള ഒരാൾ മാറ്റുമ്പോൾ അത് യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് യോജിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയാണ് അനീഷ് ബ്രോവിന് തെറിവിളികളും കാര്യങ്ങളും കിട്ടുന്ന കമന്റ് ബോക്സുകളിൽ. ബാക്കി ആരോരുമില്ലാതെ ഇരുന്നപ്പോൾ കൈത്താങ് കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് ബിഷപ്പ്. ആരോരുമില്ലാത്ത രേണുവിനും കൈത്താങ് കൊടുത്ത ഒരു ബിഷപ്പുണ്ട്. ആ ബിഷപ്പിനെയാണ് പണ്ട് രേണു ബിഷപ്പാമ്പ എന്ന് വിളിച്ചത്. ഓക്കെ, ഇപ്പോൾ അനീഷ് ബ്രോ ഇതെല്ലാം മറന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഇപ്പോൾ അനീഷ് ബ്രോയുടെ പേഴ്സ്പെക്റ്റീവാണ്, നല്ല കാര്യം, ഇഷ്ടമുള്ളതുപോലെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ബിഷപ്പ് ചെയ്തത് എനിക്കൊരിക്കലും ശരിയായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ശരിയാണെന്ന് ഒരിക്കലും വാദിക്കാനും പറ്റത്തില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം ഒരു ബിഷപ്പ് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് അതാണ് പൊതുസമൂഹത്തിലോട്ട് ചെയ്തത്. ഓക്കെ, അതൊന്നും നിന്നെ ഒന്നും കണ്ടില്ലല്ലോ, കണ്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് അന്ന് അവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് അതൊക്കെ സത്യങ്ങൾ വരുന്ന സമയത്ത് നീ മനസ്സിലാക്കും. ഓക്കെ, ബാക്കി മറ്റേത് പറയുക അമ്പി അഞ്ഞൂറാമോ ക്യാമറ എല്ലാ ബാബുടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാവരും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും നമ്മളെ പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ, അവരെ തമ്മിലടിപ്പിക്കണോ ചെയ്യേണ്ടത്? ആ ബിഷപ്പൊക്കെ മകനും അമ്മയും തമ്മിലുള്ള വിഷയം തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് അതോ പറഞ്ഞു തീർക്കുകയാണോ ചെയ്യേണ്ടതെന്നാണ് ഇവൻ പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ബിഷപ്പ് ഒരു താക്കീത് പോലെയാണ് അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതെന്താന്നുള്ള താക്കീത് പോലെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബിഷപ്പ് താക്കീതാണെങ്കിൽ അവനെ പേഴ്സണലി വിളിച്ച് താക്കീത് ചെയ്താൽ പോരെ? പബ്ലിക്കിലോട്ട് താക്കീത് കൊടുത്ത് അവനെ ഇട്ടുകൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഓക്കെ, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അവനെ പേഴ്സണലി വിളിച്ചിട്ട് കിച്ചു നീ എന്തുവാ ചെയ്യുന്നത് അകലെ എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്താൽ പോരെ? അതല്ലല്ലോ ചെയ്തത്. ഇപ്പൊ കിച്ചു രേണുവിനെതിരെ വന്നത് എന്തുകൊണ്ടാണ്? കിച്ചുവിനെതിരെ ഏവനോ ഒരുത്താൻ വീഡിയോ ഇട്ട് ആ വീഡിയോ കൊളാബടിച്ച് രേണുവിന്റെ പ്രൊഫൈലിൽ ഷെയർ ചെയ്ത്, അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ആ കാര്യങ്ങൾ അവൻ പറഞ്ഞ കാര്യങ്ങളടക്കം രേണു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ വന്നപ്പോൾ കിച്ചുവിന് അത് പൊട്ടി. കാരണം കിച്ചുവിനെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുകയാണ് രേണു ചെയ്തിട്ടുള്ളത്. ആദ്യം വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ ഒരു 11 വയസ്സ് പോലെ നോക്കിയ മകനുണ്ട്, അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞു ഒരു വീഡിയോ. അടുത്ത് അവൻ എല്ലാവർക്കും ഇതാണെങ്കിൽ ഞാൻ പോണ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാനായിട്ട് പോണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട്. അതിനുശേഷം വേറെ പലവന്മാരും കിച്ചുവിനെതിരെ ചെയ്യുന്ന വീഡിയോകളെ രേണു കൊളാബടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിനർത്ഥം എന്താ? രേണു കിച്ചുവിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവനായിട്ട് ഒന്നിനും വന്നിട്ടില്ല. ആ സ്ഥിതിക്ക് രേണുവാണ് അങ്ങോട്ട് അറ്റാക്കിന് പൊക്കോണ്ടിരിക്കുന്നത് കിച്ചുവിനെതിരെ. അങ്ങനെ വന്നപ്പോൾ അവ അവസാനം എടുത്ത് അടിച്ച് അണ്ണാക്കി കൊടുത്തെന്നതിനെ പറയാം. അവളെ മെമ്പർഷിപ്പ് വീഡിയോ എടുത്ത് വെച്ചിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തു. അതോടെ രേണു പറന്നു. പിന്നെ തറ നിൽക്കാനേ പറ്റിയില്ല. അവൻ പറഞ്ഞ കാര്യങ്ങളിൽ തിരിച്ചൊരു മറുപടി പറയാനില്ലാത്ത അവസ്ഥയായി. അങ്ങനെ വന്നപ്പോൾ ബിഷപ്പ് അടക്കം എന്താ ചെയ്യുന്നേ? അവന് തിരിച്ച് അവൻ ചോദിച്ച ക്വസ്റ്റ്യന്, അതായത് രേണുവിന്റെ മെമ്പർഷിപ്പ് വീഡിയോ എടുത്തു വെച്ച് കിച്ചു ചോദിച്ച ജെനുവിൻ ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കാൻ പറ്റാണ്ട് ഉത്തരം മുട്ടി. അങ്ങനെ വന്നപ്പോൾ അവൻ പണ്ട് അങ്ങനെയായിരുന്നു, അവൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഈ സാധനം പറയാൻ തുടങ്ങി. ഓക്കെ, പണ്ട് അവൻ്റെ അണ്ടർ ഏജിലും കാര്യങ്ങളിലൊക്കെ അവൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങി. അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, അവനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. ഇതല്ലേ നടന്നത്? അപ്പോൾ എന്ത് അജണ്ടയുടെ പുറത്താണ് ഈ കാണിച്ചത്? ബിഷപ്പായാലും രേണുവായാലും ഓരോരുത്തരായാലും ഓക്കെ, അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ഉണ്ട്. പക്ഷെ അത് പുറത്ത് അവനെ നേർവഴിക്ക് നടത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം അവൻ്റെ പാരന്റിങ് വളരെയധികം ആയിരുന്നു. ഇവിടെ ഒരപ്പനും അമ്മയും വളർത്തുന്ന മക്കൾ തലതിരിഞ്ഞു പോകുന്ന കാലഘട്ടത്ത് സ്വന്തം അപ്പനും അമ്മയും വളർത്താനില്ലാതെ തലതിരിഞ്ഞു പോയതിൽ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ അവനെ നേർവഴിക്ക് നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്, ബിഷപ്പ് അടക്കം. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി, ഇത്രയും വലിയ പൊസിഷനിൽ അവനെ നേർവഴി പറഞ്ഞു കൊടുത്ത് നടത്തേണ്ട വ്യക്തി തന്നെ അവനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ടുകൊടുത്തിട്ട് അവസാനം പറയുകയാണ് ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തതാണെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. അത് എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ വിയോജിപ്പ് തോന്നി. അത് ശരിയല്ലല്ലോ, ഇത് ഇങ്ങനെ അല്ലല്ലോ. ഞാൻ പറയുന്നത് ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പം ഞാൻ നല്ലവനൊന്നുമില്ല, തെറ്റൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചെറിയ തെറ്റായാലും വലിയ തെറ്റായാലും അത് നമ്മളോട് പൊറുക്കാൻ, നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മളോട് പൊറുക്കാൻ. ഇപ്പം ഞാൻ ഇനിയൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് എന്നോട് പൊറുക്കണമെന്നില്ല, വയസ്സുകളായി, അറിവില്ലാത്ത പ്രായമൊന്നുമല്ല. പക്ഷെ അറിവില്ലാത്ത പ്രായത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്നോട് പൊറുക്കണം. കാരണം അതെൻ്റെ അറിവില്ലാത്ത പ്രായമാണ്.
നല്ല ചീത്തയും ചിലപ്പോൾ തിരിച്ചറിഞ്ഞൂടാതെ ഞാൻ കാട്ടിക്കൂട്ടുന്നതായിരിക്കും. അപ്പം അത് മനസ്സിലാക്കി പെരുമാറണം ബ്രോ. അത് എനിക്കെന്തോ ഒരു വിയോജിപ്പ് തോന്നി. ബാക്കി അവന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഒരു വീഡിയോ പോലും ഈ കാര്യത്തെ കുറിച്ച് ചെയ്യാത്തത്. ആര്? രേണു വീഡിയോ എത്താണോ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെനിക്ക് യോജിപ്പില്ല ബ്രോ. ഇപ്പം രേണു എന്ന് പറയുന്നവർക്ക് ഒരു അസുഖം വന്നു, അവൾക്കൊന്നും പറ്റരുത്, അവള് എത്രയും പെട്ടെന്ന് റിക്കവറായി ജീവിതത്തിലോട്ട് തിരിച്ചു വരണം, ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ചെയ്തതെല്ലാം ചെയ്തത് തന്നെയാണ്. അതൊരിക്കലും ഒരു അസുഖം വന്നെന്ന് വെച്ചിട്ട് മാറിപ്പോകത്തില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി രേണുവിനെ വലിച്ചു കീറണോ അല്ലെങ്കിൽ കീറണം എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇപ്പം പ്രസന്റ്ലി കാണിക്കുന്നതെല്ലാം പൊട്ടത്തനങ്ങളാണ്, മണ്ടത്തനങ്ങളാണ്, കള്ളത്തനങ്ങളാണ്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ രേണു മര്യാദയ്ക്കിരുന്ന് വായ അടച്ചു വെച്ച് മര്യാദയ്ക്കിരുന്ന് അവളുടെ കാര്യം നോക്കി അവളുടെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആരും തൊടത്തില്ല. രേണു ഏറി കയറുമ്പോൾ സഹതാപത്തിന് വേണ്ടിയിട്ട് ബെഡിൽ കയറി കിടന്ന ഓരോ വീഡിയോസ് ഇടും. അല്ലാത്തപ്പം കിച്ചുവിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ എന്ത് ചങ്കുറ്റത്തോടെ വരുന്നു. കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസമൊക്കെ ആകുമ്പോൾ മരുന്ന് പിടിച്ചു തുടങ്ങുമ്പോൾ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവും. മണ്ടത്തരങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കുക, ആൾക്കാരെ ശാപം പിടിച്ചു വെറ്റാതിരിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, പ്രാർത്ഥന വാങ്ങി കൂട്ടാനുള്ളൊരു ഇത് കാണിക്കുക. അറ്റ്ലീസ്റ്റ് രേണു ഒരു മാപ്പ് പറഞ്ഞിട്ട് എനിക്ക് ഇനി ഇതിനൊന്നും വയ്യ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം രേണുവിനെ വെറുത്ത ആൾക്കാർ എന്നെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തായിരിക്കും. ഒന്ന് ആലോചിച്ചു. എനിക്കിത്ര പറയാനുള്ളൂ, നമ്മൾ ഒരു ജീവിതം ഉള്ളൂടെ. അത് ചിലപ്പോൾ അസുഖം വന്ന് ചാവാം, അല്ലാതെ ചാവാം, എങ്ങനെയെങ്കിലുമൊക്കെ ചാവാം. മണ്ടത്തരങ്ങൾ കാണിച്ച് നാട്ടുകാരുടെ പ്രാക്ക് മാഞ്ചു കൂട്ടി ചാവാതിരിക്കും. തെറ്റ് ചെയ്ത സമയത്ത്, ഇപ്പൊ രേണു തെറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ രേണുവിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചു. മനസ്സിലായോ? ഇപ്പം ഈ പറയുന്ന കിച്ചുവിനെ എന്ന് പറയുന്ന അടിച്ച് താഴെയിട്ടതല്ല. കിച്ചു എന്താണ് അന്ന് അവിടെ അന്ന് എന്താണ് സംഭവിച്ചത് മീഡിയക്കാർ ചോദിച്ച സമയത്താണ് ഈ ബിഷപ്പ് അത് പറഞ്ഞത്. ഓക്കെ അനീഷ് ബ്രോ, വേറെ ഒന്നുമല്ല. ഇപ്പം മീഡിയക്കാർ ചോദിച്ചു, ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 18 വയസ്സ് മുന്നേ ചെയ്ത എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്ന് വെച്ചു. അപ്പം നാളെ ഇപ്പോൾ എനിക്ക് ഇത്രയും വയസ്സായി. ഇപ്പം ഈ ഒരു സമയത്ത് വന്നിട്ട് എന്നെ കുറിച്ചിട്ട് പണ്ട് എൻ്റെ ആ തെറ്റ് അറിയാവുന്ന ഒരാൾ വന്നിട്ട് പറയാണ് ഇവൻ പണ്ട് അങ്ങനെ ഉള്ളവനായിരുന്നു എന്ന് വന്ന് പൊതുസമൂഹത്തിലോട്ട് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും എല്ലാം ഉപേക്ഷിച്ചിട്ട് നല്ലോണം ഇപ്പം പൊതുസമൂഹത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്ത് കൂട്ടിയ കുറേ പോക്കൃത്തനങ്ങളൊക്കെ മറന്ന് എനിക്ക് ബോധം വന്നപ്പോൾ ഇനി ഇങ്ങനെയൊന്നല്ല, ഞാൻ ജീവിച്ചതൊക്കെ തെറ്റാണ് എന്നത് എനിക്ക് സ്വയമേ തോന്നി. നല്ലോണം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോഴെൻ്റെ പഴയ കാര്യം കൊണ്ടുവന്നിട്ട് കുത്തുന്നത് ശരിയാണോ ബ്രോ? എനിക്കത് യോജിപ്പില്ല. ഇപ്പം ബിഷപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ബിഷപ്പിനെ പോലത്തെ ഒരു വ്യക്തി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തി നേർവഴിക്ക് നടത്തേണ്ട ബിഷപ്പ് പൊതുസമൂഹത്തിലോട്ട് കിച്ചുവിനെ പേഴ്സണലി വിളിച്ച്, കിച്ചുവിൻ്റെ നമ്പറൊന്നും കിട്ടില്ല എന്ന് പറയരുത്, പേഴ്സണലി വിളിച്ചിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിരുന്നു. എടാ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു അന്തസ്സുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിലോട്ട് കൊണ്ടിട്ട് കൊടുത്തിട്ട് അവനെ ഞാൻ ഉപദേശിച്ചതാണെന്ന് പറയുന്നത് വർമ്മ സാറേ, അത് ശരിയല്ല. ഓക്കെ, നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാല് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം എന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, 2 കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അത് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ചാടിക്കറി ഉത്തരം പറയുന്ന ബിഷപ്പിന്റെ സ്വഭാവം ഒന്ന് മാറ്റുക. എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? അല്ലാണ്ട് ചോദിപ്പിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിപ്പിച്ചിട്ട് അവസാനം പറയും ആങ്കറാണ് കുറ്റക്കാരൻ. എന്തോന്ന് ബിഷപ്പേ, നിർത്തിക്കൂടെ ഈ പണി? രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. ബിഷപ്പ് പറയുന്നുണ്ട് പോലീസ് ഒന്ന് എൻക്വയറി നടത്തുന്നു. പോലീസ് വന്നിട്ട് അടുത്തുള്ള അയൽവാസിയുടെ അടുത്ത് 2 കാര്യം ചോദിച്ചെന്ന് വെച്ചാൽ അത് പറയാനുള്ള പറഞ്ഞു കൊടുത്തിട്ട് പൊക്കൂടെ? അല്ലാണ്ട് വന്നിട്ട് പോലീസ് എൻക്വയറി നടത്തിയോണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് അവനെ അങ്ങ് നാട്ടിച്ച്. വെരി വെരി ബാഡ്. മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ബിഷപ്പ് പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. ബിഷപ്പ് ഇത്രയും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ബിഷപ്പിന് പറഞ്ഞു ആ പ്രശ്നം അങ്ങ് വിഷമം അങ്ങ് തീരട്ടെ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതെ, ബിഷപ്പിന്റെ അഭിപ്രായം ബിഷപ്പ് പറഞ്ഞു. ബാക്കി ആണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന ബ്ലോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം ബ്ലോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുതിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുതിയുടെ കുടുംബത്തിനും കൊല്ലം സുതിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. ബിഷപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ബിഷപ്പ് ഇനിയും വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോൾ അല്ലാണ്ട് എന്ത് പറയാനാണ്? ബിഷപ്പ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട കാര്യമില്ല. ബിഷപ്പ് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തെറ്റായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഇനി ബിഷപ്പിന് വിളിച്ച് പറയണമെങ്കിൽ വിളിച്ച് പറ. ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ, വിളിച്ച് പറ. അല്ലാണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തോ പറയാന്? ഇപ്പോൾ വിളിച്ചു പറയാമെന്ന് ഒരു പയ്യൻ്റെ ജീവിതം കൊണ്ട് തകർത്തിട്ട് പറയാൻ ഞാൻ അവനെ ഉപദേശിച്ചാണെന്ന്, എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയണം വീണ്ടും ഞാൻ വിളിച്ചു പറയുമെന്ന്. എന്തോന്ന് ബിഷപ്പ്, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കും. ആദ്യം കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിളിച്ചു പറഞ്ഞു. അടുത്ത് കയറിയപ്പോൾ അടുത്ത് ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞു ഞാൻ അവനെ ഉപദേശിച്ചതാണ്. ഇപ്പം വീണ്ടും പറയണേ ഞാൻ എനിക്കറിയാമെന്നുള്ള വിളിച്ചു പറയുന്നത്. ബിഷപ്പ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കും. അല്ലാണ്ട് ഇത് അപ്പോഴപ്പോഴെ ചാടി കളിച്ച് കഴിഞ്ഞ് ഇതിപ്പം നാട്ടുകാർ തന്നെ എന്തൊരു പേരിട്ട് വിളിക്കും. ആ പൊസിഷന് ഒരു വാല്യൂ ഇല്ലാണ്ടാക്കി കളയുന്ന പോലത്തെ അവസ്ഥയിലോട്ട് പോകരുത്. എനിക്കതേ പറയാനുള്ളൂ ബിഷപ്പെ. എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. സത്യം ആ പൊസിഷൻ്റെ വാല്യൂ കളയരുത്. എനിക്ക് അത്രയും പേഴ്സണലി പറയണമെന്ന് തോന്നി. എനിക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് പാവം തോന്നുന്നു, സഹതാപം തോന്നുന്നു. സത്യം എന്തൊക്കെയോ എടുത്ത് ചാടി എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് ബിഷപ്പ്. എല്ലാം എടുത്തു ചാട്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പോട്ട് ഇനിയെങ്കിലും വാടച്ചു വയ്ക്കുക, അവിടെ തീരും. അല്ലാണ്ട് ചുമ്മാ വാ തുറന്ന് ഈ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുമെന്ന് പറയുന്നത് പോലെ വീണ്ടും നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേട്ട് വയ്ക്കാതിരിക്കാൻ നോക്ക്. ഞാൻ അത്ര പറയുന്നുള്ളൂ. സംശയമില്ല, എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില ബ്ലോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചില ബ്ലോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ബിഷപ്പ് ഒട്ടും ഓക്കെ അല്ല, എനിക്ക് മനസ്സിലായി. നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ്, മനസ്സിലായി. നാട്ടുകാർ പൂരത്തെറിവിളിക്ക് കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള പരിപാടിയല്ലേ. ഒരാൾ പോലും നല്ലത് പറയല്ല, എല്ലാവരും പൂരത്തെറി വിളിക്കുന്നുണ്ട്. കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വയമെന്ന് തോന്നും. ഈ ഒരു ഫീല് തോന്നും. ഞാൻ കുറ്റം പറയുന്നില്ല, അത്ര ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ബിഷപ്പിനെ പോലത്തെ ഒരു വ്യക്തിക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ അത്രേ പറയത്തുള്ളൂ. ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ട് വാതുറപ്പിച്ചത് കിച്ചു തന്നെയാണ്. അവൻ കാരണം ആ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. അവൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം, ആ വീട്ടുകാർക്കറിയാം, പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ചുമ്മാ ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങോട്ട് ഇതാക്കുക, അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ടടിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്താണ്? അഥവാ ഓക്കെ, കിച്ചുവിന് ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക തെറ്റാണ്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനൊരു വീഡിയോ ആയിട്ട് എടുത്തേ. നിങ്ങൾ പറഞ്ഞ് അവനെ കൊണ്ട് ഒരു വീഡിയോ ഇരിക്കും അല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അവൻ അവൻ്റെ കാര്യം നോക്കി പോകുന്നതല്ല നല്ലത്. ചുമ്മാ എന്തിനാണ് ഇനി വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്? അവന് അതിൻ്റെ ആവശ്യമില്ല. ചുമ്മാ എല്ലാവരും കൂടി അവൻ്റെ മക്കിട്ടാണ് ഇടിച്ച് കയറുന്നത്. മര്യാദയ്ക്ക് അവൻ്റെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ലൈഫ് നോക്കി ജീവിച്ചു പോകുന്ന അവൻ്റെ നെഞ്ചത്താണ് എല്ലാവരും കൂടി ഇടിച്ച് കയറുന്നത്. കുരു പൊട്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു കൊട്ടും കൊടുത്തിട്ട് പോണത്. അതാണ് നിങ്ങൾ ജയിക്കേണ്ടത്. രാഹുൽ ദാസ് നമ്മൾ അതാണ് ജയിക്കേണ്ടത് ബ്രോ. അത് എനിക്ക് ഫെയറായിട്ട് തോന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ്റെ ചെറുപ്രായങ്ങളിലൊക്കെ ചെയ്ത് കൂട്ടിയാണ്. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ ഡ്രഗിനൊക്കെ അടിമയായിരുന്നു എന്ന്. ആ ഒരു പ്രായത്തൊക്കെ കാട്ടി കൂട്ടിയതാണ്. നമ്മൾ നാണുങ്ങളല്ലേ ബ്രോ, നമുക്ക് മനസ്സിലാവത്തില്ലേ നമ്മുടെ ചെറുപ്രായങ്ങളിലൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം അടിച്ച് ഡ്രഗ് അടിച്ച് നടന്നെന്നല്ല. ഞാൻ എന്നെ അവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ലൈഫിൽ, ഞാൻ പറയുന്നതാണ്. അപ്പം നമ്മളൊക്കെ പയ്യന്മാരായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും നമുക്കറിയത്തില്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രായം തെറ്റിയ പ്രായത്തിൽ നമ്മൾ പലതും കാണിച്ചു കൂട്ടും. നമ്മൾ ആരും അത്ര 100% നല്ലവന്മാരൊന്നും അല്ല. നമ്മൾ പ്രായം തെറ്റിയ പ്രായത്തൊക്കെ പലതും കാണിച്ചു കൂട്ടും.
പിന്നെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും നമ്മൾ അന്ന് ചെയ്തൊക്കെ വെറും തെറ്റായിപ്പോയി, തൊട്ടിത്തനായിപ്പോയി, തെണ്ടിത്തനായിപ്പോയി എന്നൊക്കെ ചിന്തിക്കാറ്. ഞാൻ എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സമയത്തിരുന്ന് ചിന്തിച്ചിട്ട് ഞാനന്ന് ഇന്ന തേങ്ങയെ കാട്ടിക്കൂട്ടി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രായം തെറ്റിയ പ്രായത്തെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ പിന്നെ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ട് എനിക്കത് വേറായിട്ട് തോന്നുന്നില്ല. അത് എന്തോ എവിടെയോ ഒരു സുഖമില്ല സാധനം. നിങ്ങൾ കൊടുക്കണം, മാറ്റുകയും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വഴിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ആ വിവരം കൃത്യമായിട്ട് കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തോ? അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. ഓക്കെ, ബിഷപ്പ് ഇപ്പം രേണുസുതി സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്കൊന്നുമില്ല, അതൊക്കെ ബിഷപ്പിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് മറ്റൊരാളെ ചവിട്ടി താഴ്ത്തുന്നത് നോട്ട് ഫെയർ എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് എനിക്ക് അത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല ആ ഒരു കേസ്. ഇപ്പൊ രേണു തന്നെ പല മണ്ടത്തരങ്ങളും കാണിച്ച് എയർലോഡിൽ നിന്നും എയർലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അതായത് ഒരു ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്, പ്രത്യേകിച്ച് ഈ മറ്റേ സംഭവമല്ലേ മരുന്നിൻ്റെയൊക്കെ കേസ്, ഹോസ്പിറ്റൽ, നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം. എന്തായാലും ആ ലേഡി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഗുഡ് ഈവനിങ്. ഇപ്പം ഞാൻ വീഡിയോയിൽ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുന്നേ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതായത് വേറൊന്നുമല്ല, നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫ് രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടത്. രേണുസുധിക്ക് ക്യാൻസർ ആണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അപ്പം അത് ഞാൻ അവരുടെ പേജിലൂടെ തന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എപ്പോഴും തുടരുകയാണ്. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുറച്ച് മുന്നേ കണ്ട വീഡിയോയിൽ പറയുകയുണ്ടായി, രേണുസുധി പറയുന്നു 2 ലക്ഷം രൂപയാണ് ഒരു ഹീമോ ചെയ്യുന്നതിന്. അപ്പോൾ 2 ലക്ഷം രൂപ മുടക്കി ഒരു ഹീമോ ചെയ്യുന്നത് എവിടെയാണ്? മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അവരുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. നാളെ ഇതുവരെ ഒരു ക്യാൻസർ പേഷ്യന്റിന് 2 ലക്ഷം രൂപ മുടക്കി ഒരു ഹീമോ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നതായിട്ടുള്ളൊരു അറിവ് ഞാൻ ധാരാളം ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ധാരാളം പേരെ കണ്ടിട്ടുണ്ട്, ധാരാളം പേരുമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഭീമമായ തുക മുടക്കി ഒരു ഹീമോ ചെയ്യുന്നതായിട്ട് നിലവിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇത് ഈ രേഷ്മ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണുസുധി എന്ന് പറയുന്ന ആള് ഒരു BPL ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതായത് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരു 2 സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത വ്യക്തികളാണ്. അതെനിക്ക് നല്ല വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ഒരു വ്യക്തി, അവർ BPL ലിസ്റ്റിലുള്ളവർ തന്നെയാണ്. ആ BPL ലിസ്റ്റിലുള്ള ഒരു വ്യക്തിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗത്തിന് ചികിത്സയ്ക്ക് ഹീമോ ചെയ്യുന്നതിന് 2 ലക്ഷം രൂപ കൊടുത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, സർക്കാർ ഇവിടെ ക്യാൻസർ പേഷ്യൻസിനെല്ലാം ഫ്രീ ആയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ടുള്ള ചികിത്സ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ക്യാൻസർ പേഷ്യന്റ് ആയ രേണുസുധി തന്നെ വന്ന് പറയുവാണ് 2 ലക്ഷം രൂപ കൊടുത്താണ് ഹീമോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടുത്തെ സർക്കാരും ഭരണകൂടവും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജും അതിന്റെ സൂപ്രണ്ടും അതിന്റെ മാനേജ്മെന്റും ഒക്കെ അടങ്ങുന്ന ടീമുകൾ, അതായത് അതുപോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പിൽ ഉൾപ്പെടുന്ന ടീമുകൾ ഇവിടെ എന്താ നമ്മളെ വിഡ്ഢിയാക്കുവാണോ? ഈ 2 ലക്ഷം രൂപ വീതം ഈ നിർധനരായ കുടുംബത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ഹീമോയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വരുമാനമില്ല. അവർ നിർധന കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പം 1-2 റീൽസോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്ത് അവരവരുടെ ജീവിതമാർഗം നേടിയെടുക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് സർക്കാരിന്റെ ഒരു വലിയ വീഴ്ച തന്നെയാണ്. സർക്കാർ ഇത് കണ്ടെത്തണം. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന എന്ത് തോന്നിവാസമാണ്, എന്ത് തന്തയ്ക്ക് വർക്കാരിക എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യണം സർക്കാർ. ബഹുമാനപ്പെട്ട CM-നോട് ഞങ്ങൾക്ക് ഒരു അപേക്ഷയുള്ളൂ. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് രേഷ്മ പി തങ്കച്ചൻ എന്ന രേണുസുധിക്ക് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഹീമോ ചെയ്യുന്നത് 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണോ എന്നുള്ളത് CM സാർ, ബഹുമാനപ്പെട്ട CM സാർ നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കണം. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി മാഡം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കണം. ഈ വിഷയം നിങ്ങളൊന്ന് പ്രത്യേകമായി എടുത്ത് നിങ്ങളൊന്ന് പഠിക്കണം. മെഡിക്കൽ കോളേജിലെ പ്രധാന സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റിനോടും ഡോക്ടേഴ്സിനോടും നിങ്ങളിത് അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം ഇത് ഒരു ക്യാൻസർ പേഷ്യന്റ് കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം മെഡിക്കൽ കോളേജുകാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ
അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഈ സർക്കാർ സംവിധാനത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഉടൻ തന്നെ ഉണ്ടാവും. എത്രയും വേഗം ഇതിന്റെ വീഴ്ച എവിടെയാണ് പറ്റിയത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അധികാരികൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത്. അപ്പം എല്ലാവരുടെയും രേണുസുധിക്ക് വീണ്ടും ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഹീമോ ചെയ്യുന്നത് 2 ലക്ഷം രൂപ മുടക്കിയാണെന്ന് പറയുന്നത്, അത് തെറ്റോ ശരിയോ അത് നമുക്കിവിടെ അറിയണം. അതായത് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ 2 ലക്ഷം രൂപ കൊടുത്ത് പോയി ഹീമോ ചെയ്യാനുള്ള അതിനുള്ള ഒരു വാസ്തവൊന്നും ഇല്ല. ഇതിപ്പോൾ രേണുസുധിയെ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റ് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും എല്ലാ മനുഷ്യരും ഉണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നാൽ ഈ 2 ലക്ഷം രൂപ കൊടുത്ത് ഹീമോ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ സർക്കാർ സംവിധാനം ഇത് എത്രയും വേഗം തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്, ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇതിനു വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ. അപ്പം രേണുസുധിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന. ഓക്കെ, ഈ ലേഡി പറയുന്ന കറക്റ്റ് കാര്യങ്ങളല്ലേ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ ജെന്യൂൻ അല്ലേ, ഇത് അന്വേഷിക്കേണ്ട കാര്യം. കാരണം ഇവള് പറയുന്നതിലൊന്നും ഒരു കറക്റ്റ് ഇല്ല. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ഇത്രയും ചികിത്സ റേറ്റ് പോലും ആകത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ആയത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇനി ഞാൻ വേറൊരു കമന്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. അനീഷ് ബ്രോയുടെ കമന്റ് ബോക്സിൽ വന്ന കമന്റാണ്. എടോ നിനക്ക് വല്ലതും തടഞ്ഞോ? അപ്പോൾ അനീഷ് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും 5 പൈസ വാങ്ങിച്ചിട്ടാണ് അനീഷ് ബ്രോ ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തില്ല. എനിക്കത് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അനീഷ് ബ്രോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു പോയതാണ് ഒരിതുകൊണ്ട്. ഒരിക്കലും അനീഷ് ബ്രോ അങ്ങനെ പൈസ വാങ്ങിയിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല എന്നല്ല, ഇല്ല. അനീഷ് ബ്രോയുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്, അല്ലാണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. ചിലപ്പോൾ രേണുവിന് അസുഖം വന്നെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മനസാക്ഷിക്കും തൻ്റെ ഒരു എത്തിക്സ് വെച്ചിട്ട് താൻ പ്രവർത്തിക്കുന്നതായിരിക്കും. അല്ലാണ്ട് അയാൾ പൈസ വാങ്ങിയിട്ടാണ് ഇമാതിരി പോക്കത്തനം ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് എന്താ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.